ഹായ് കുട്ടികളെ, മാതാപിതാക്കളെ, നിങ്ങൾ ഇപ്പോൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിനെ പറ്റി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ പേരൻസ് കുട്ടികളോട് ചെയ്യുന്ന ഒരു ചതി എന്നുള്ളതാണ് നമുക്കിതിൽ പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. കാര്യം നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള പലപ്പോഴും സ്കൂളുകളിൽ ചേർന്ന് പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു സിലബസാണ്. പണ്ട് മുതലേ പഠിച്ചു വരുന്ന ഒരു സിലബസാണ്. പക്ഷേ നമ്മുടെ കാലം മാറുന്നതനുസരിച്ചിട്ട് ആ സ്റ്റേറ്റ് സിലബസ് നമ്മുടെ സ്റ്റേറ്റിലെ റാങ്ക് ലിസ്റ്റിൽ പോലും കുട്ടികൾക്ക് ദോഷകരമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്ന എൻട്രൻസ് എക്സാമിൽ 79,044 കുട്ടികളാണ് ആകെ എൻട്രൻസ് എക്സാമിലേക്ക് എഴുതിയത്. അതിൽ 52,340 കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തത്. ഈ ക്വാളിഫൈ ചെയ്ത കുട്ടികളിൽ കുറച്ച് പേര് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ അനാസ്ഥ കാണിച്ചത് മൂലം 58,340 പേർക്ക് പകരം 52,500 പേരെയാണ് നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ദേവാനന്ദ് പി എന്ന് പറയുന്ന കുട്ടി 9ാം ക്ലാസ് മുതൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത കുട്ടിയാണ്. അത് കേരള എൻട്രൻസിന് വേണ്ടിയുമല്ല ആ കുട്ടി പ്രിപ്പയർ ചെയ്തത്. ആ കുട്ടി പ്രിപ്പയർ ചെയ്തത് നാഷണൽ എക്സാമിനേഷനായ JEE എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. IIT JEE എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത്. ആ കുട്ടിക്ക് IIT JEEക്ക് റാങ്ക് കിട്ടിയിരുന്നു. 682ാമത്തെ റാങ്കാണ് IIT JEEക്ക് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. IIT JEEക്ക് വേണ്ടി വലിയ സ്റ്റാൻഡേർഡിൽ വലിയ കോമ്പറ്റീറ്റീവ്നെസ്സിൽ പഠിച്ച കുട്ടി ആയതുകൊണ്ട് തന്നെ കേരള എൻട്രൻസിന് ആ കുട്ടിക്ക് 1ാമത്തെ റാങ്കും കിട്ടുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ചതി എന്താണ്? നമ്മുടെ വരും തലമുറകളോട് നമ്മുടെ മാതാപിതാക്കളും സൊസൈറ്റിയും ചെയ്യുന്ന ചതി എന്താണ്? പല കുട്ടികളും നല്ല മിടുക്കരായിട്ടുള്ളവരും പഠിച്ച് വലിയ സ്ഥാനങ്ങളിൽ എത്താൻ കഴിവുള്ളവരുമാണ്. പക്ഷേ ആ കുട്ടികളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആ കുട്ടികൾക്ക് കൊടുക്കാതെ അവരെ ലോ സ്റ്റാൻഡേർഡ് സിലബസിൽ പഠിപ്പിക്കുകയും ലോ സ്റ്റാൻഡേർഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ലോ സ്റ്റാൻഡേർഡ് ട്യൂട്ടോറിയലുകളിൽ കോച്ചിങ്ങിന് വിടുകയും ചെയ്ത് ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം ഭാവി നമ്മളെല്ലാവരും ചേർന്ന് നശിപ്പിക്കുകയാണ്. ഇനി എന്താണ് അതിൻ്റെ ഒരു ഉദാഹരണമെന്ന് പറയാൻ നമുക്ക് CBSE സിലബസിൽ പഠിച്ച കുട്ടികളുടെയും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളുടെ ഒരു ചെറിയ കമ്പാരിസൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക, നാഷണൽ ലെവലിലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളും CBSE സിലബസ് പിൻപറ്റിയാണ് നടത്തുന്നത്. CBSEയുടെ സിലബസിനെ ഫോളോ ചെയ്തിട്ടാണ് എല്ലാ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷനും നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ പോലും നടത്തുന്ന എൻട്രൻസ് എക്സാമുകളിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മോശം അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികളെ 100% കുട്ടികൾ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കിയാൽ ഈ 100%-ൽ 70% കുട്ടികൾ എഴുതിയിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസിൽ നിന്നാണ്. 27% കുട്ടികളാണ് CBSE സിലബസിൽ നിന്ന് ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത്. പക്ഷേ റിസൾട്ട് നമുക്ക് വന്നപ്പോൾ 27% CBSEക്കാരാണ് എക്സാമിലേക്ക് എഴുതിയിരിക്കുന്നതെങ്കിലും 55% റിസൾട്ടും എടുത്തിരിക്കുന്നത് CBSEയിലെ കുട്ടികളാണ്. 70% സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ എഴുതിയതിൽ വെറും 40% കുട്ടികൾ മാത്രമാണ് റിസൾട്ടിൽ വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ 300 മാർക്കിൽ 10 മാർക്ക് മാത്രമാണ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വാളിഫിക്കേഷൻ മാർക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ എല്ലാ വിഷയങ്ങൾക്കും A+ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ ഈ 300 മാർക്കിൽ 10 മാർക്ക് പോലും എടുക്കാൻ സാധിക്കാതെ ഡിസ്ക്വാളിഫൈ ആയി പോകുന്ന കാഴ്ചയാണ്. അത് ആ കുട്ടികൾ മോശം കുട്ടികളായതുകൊണ്ടാണോ? മോശം കുട്ടികളാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് 12ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയത്? അപ്പോൾ അത് ആരുടെ തെറ്റാണ്? 12ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ എടുക്കാൻ കഴിവുള്ളൊരു കുട്ടിയെ 10 മാർക്ക് മാത്രം എടുക്കേണ്ട ഒരു എൻട്രൻസ് എക്സാമിൽ 300-ൽ 10 മാർക്ക് പോലും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് മാതാപിതാക്കളായ നമ്മളല്ലേ? നമ്മൾ ആ കുട്ടികളെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടോ? അവർക്ക് ഇത്രയും സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചോ? 16-ഓ 17-ഓ വയസ്സുള്ളൊരു കുട്ടി സ്വന്തമായി അവൻ്റെ സാധ്യതകൾ കണ്ടെത്തി അതിനുള്ള സാമ്പത്തികം ശരിയാക്കി അവൻ തന്നെ താല്പര്യത്തോടു കൂടി ഒരു സ്ഥാപനത്തിൽ ചേർന്ന് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കും എന്നൊരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. അപ്പോൾ ഈ കുട്ടികൾ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ റിസൾട്ട് എടുക്കുന്നതിനുള്ള പ്രധാന കാരണം ആരാണ്? അവർക്ക് ആ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കളാണ് ഈ രീതിയിൽ ഈ കുട്ടികളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് സിലബസിൽ നമുക്കറിയാം, CBSE സിലബസ് സ്റ്റേറ്റ് സിലബസിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള സിലബസാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് നോർമലൈസേഷൻ്റെ ഭാഗമായി മാർക്കുകൾ നഷ്ടപ്പെട്ടു. ഈ വർഷം 27 മാർക്കാണ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അവർ നേടിയ മാർക്ക് കുറഞ്ഞു പോയത്. അതുപോലെ 2021-ൽ 54 മാർക്കും 2023-ൽ 13 മാർക്കുകളും കുറച്ചാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ നോർമലൈസേഷനിലും സ്റ്റാൻഡേർഡൈസേഷനിലും പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറ്റം ആർക്കാണ്? എന്തിനാണ് നമ്മൾ സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട സർക്കാർ സഹായത്തോടു കൂടി പഠിക്കേണ്ടി വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളെയും സ്റ്റേറ്റ് സിലബസിൽ പഠിപ്പിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളതാണ്.
സർക്കാരിന് സാമൂഹിക ക്ഷേമം മുൻനിർത്തി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ കുട്ടികളെയും ഈക്വലായിട്ട് കണ്ട് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് ജയിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം. പക്ഷേ അത്രയും കപ്പാസിറ്റി മാത്രമേ നമ്മുടെ കുട്ടിക്കും ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചിടത്താണ് നമ്മുടെ കുട്ടി എൻട്രൻസിന് തോറ്റുപോയത്. അപ്പോൾ 99.69% റിസൾട്ട് SSLCക്ക് വരുന്നതിലും +2-ന് 78.69% കേരളത്തിൽ സ്റ്റേറ്റിൽ വരുന്നതിലും ഈ കുട്ടികൾക്കെല്ലാം A+ കിട്ടുന്നതിലും ഒരു വസ്തുതയുമില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഈ കുട്ടികൾ എടുക്കുന്ന റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 60,000-ഓളം കുട്ടികളാണ് ഫുൾ A+കാരായി നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല? ആരാണ് അവർക്ക് ഈ അവസ്ഥ വരുത്തി വെച്ചത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോ കുട്ടികളോ 8-ലോ 9-ലോ 10-ലോ 11-ലോ പഠിക്കുന്നവരാണെങ്കിൽ ഇന്നെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കാനായിട്ട് ആരംഭിക്കൂ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+കാരായതുകൊണ്ടോ 12ാം ക്ലാസ്സിൽ ഫുൾ A+കാരായതുകൊണ്ടോ ഭാവിയിലേക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നും, നിങ്ങളൊരു സയൻസ് ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആ സയൻസ് ബാച്ച് എടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾക്കൊരു എഞ്ചിനീയർ ആവാനോ ഡോക്ടർ ആവാനോ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വലിയ റാങ്കുകൾ എടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനുകളിലേക്ക് ദയവ് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കൂ. എൻട്രൻസുമായും എൻട്രൻസിൻ്റെ പ്രിപ്പറേഷനുമായും ബന്ധപ്പെട്ട വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ നിരന്തരം പബ്ലിഷ് ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യാറുണ്ട് എങ്കിലും ഇതൊന്നും കണ്ട് ഇതിൽ നിന്ന് തിരുത്തൽ നമ്മുടെ ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്നില്ല. നമ്മുടെ കുട്ടികൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ എല്ലാ എക്സാമുകളിലും പിന്തള്ളിപ്പോകുന്നു. ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും ഇത് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് കൂട്ടായിട്ട് അതിലേക്ക് പ്രയത്നിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമുള്ളതാണ് എന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. എല്ലാവരും നന്നായി പഠിക്കൂ, നല്ല റിസൾട്ടുകൾ എടുക്കൂ.